ഉണ്ണി, നീ എന്തായി പറയണേ? ഞങ്ങളെല്ലാം ഇത്ര ആശിച്ച് അവളെ ഒരു വിധത്തിൽ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ട് ഒടുക്ക നിനക്ക് വയ്യാന്ന് പറഞ്ഞ്. എനിക്ക് ആ കുട്ടി അങ്ങനെ കാണാൻ കഴിയില്ല. അതെന്താ അമ്മ മനസ്സിലാക്കാത്ത? അങ്ങനെ മനസ്സിൽ തോന്നിയെന്ന് പോലും അറിഞ്ഞ അപ്പുവിന്റെ ആത്മാവ് പൊറുക്കോ നമ്മളോട്? അവൻ ഇഷ്ടാവേ ഉള്ളൂ. അവക്കൊരു ജീവിതം കൊടുക്കുകയല്ലേ. അത് നടക്കില്ല അമ്മേ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയേണ്ടത്. കാരണമുണ്ട്, ഒരുപാട് കാരണമുണ്ട്. ഉണ്ണി പറയ്, എന്താ നിന്റെ മനസ്സില്? നീ ഇങ്ങനെ അറുത്തു മുറിച്ചങ്ങ് പറയാൻ. അമ്മേ, ഞാൻ മോഹം കൊടുത്ത് എന്നെ മാത്രം വിശ്വസിച്ച് കാത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ അത് അവളുമായിട്ടേ ഉണ്ടാവും. ആരാ അത്? പറയൂ ഉണ്ണി. ഭദ്ര. എന്താ എന്താ നീ പറഞ്ഞേ? സത്യമാണ് അമ്മേ, എനിക്ക് അവളെ ചതിക്കാൻ കഴിയില്ല. എന്റെ ദേവി, ഇക്കാരം പറയാ നീ? ബാല്യക്കാരി പെണ്ണിനെ കല്യാണം കഴിച്ച എല്ലാവരുടെയും മുഖത്ത് കരിവാരി തേക്കാനാ നിന്റെ ഭാവം? നടക്കില്ല ഉണ്ണി, നടക്കില്ല. അമ്മേ, എല്ലാം എനിക്കറിയാം. പക്ഷെ തറവാടിന്റെ സൽപ്പേരിനേക്കാളും ആരുടെ അഭിമാനത്തെക്കാളും എനിക്കിപ്പോ കാര്യം ആ പാവം പെൺകുട്ടിയുടെ ജീവിതമാണ്. ഓർക്കാൻ വയ്യാത്ത നാണക്കേടായി തോന്നുകയാണെങ്കിൽ ഞാൻ അവളെ വിളിച്ചോണ്ട് എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം. പാല് തന്ന കൈക്ക് തന്നെ കൊത്തിയല്ലടി. സകലരെയും മാനം കെടുത്താനായിട്ട് ഒരുമിട്ട് ഇറങ്ങിയിരിക്കാ നീ. മിണ്ടട്ടാ, കൊത്തി അരിയാനുള്ള കലി കയറുന്നുണ്ട് എനിക്ക്. ചെല്ല്, അകത്തോട്ട് വിളിക്കണ്ട, അങ്ങോട്ട് ചെല്ലാൻ. എന്താ കുട്ടിയെ കേക്കണേ? മുഖത്ത് നോക്കടി, ആശ്രീകരം. നിക്കണത് കണ്ടില്ലേ? കഴിഞ്ഞതൊക്കെ മറന്നുവല്ലേ? വയറ് നിറച്ച് 3 നേരം ആഹാരവും എണ്ണയും തുണിയും എന്താ വേണ്ടെന്ന് വെച്ചാ അതല്ല. അങ്ങനെ വളർത്തി ആളാക്കിയതിന് കാണിച്ച നന്ദിയായത്. ഒരു ബാല്യക്കാരുടെ നിലയ്ക്ക് കാണാതെ അകത്തും പുറത്തും സ്വാതന്ത്ര്യം തന്നപ്പോ നീ എന്താ കരുതിയത്? കാളൂർക്കാരുടെ ഒപ്പത്തിനെത്തിയെന്നോ? ഇതെന്ന് തൊട്ടാടി തുടങ്ങിയത്? വാ തുറക്കടി അസത്തെ. അവളുടെ ഒരു പൂതി. നിന്നെ ഞാൻ വാഴിക്കാൻ വരുമ്പോളായിട്ട്. അതൊക്കെ നിലവിളിച്ച് ഒച്ച കൂട്ടിട്ട് നീ ആ കുട്ടിയുടെ കാതിൽ എത്തണ്ട. പാവം മോള് ഒന്നും അറിയാണ്ട് എന്ത് സന്തോഷിച്ചാ നടക്കണെന്നറിയാവോ? എല്ലാം നശിപ്പിച്ചില്ലേ ലക്ഷണം കെട്ടവള്. ഉണ്ണിയോട് ഇനി മിണ്ടുന്നത് കണ്ടാലുണ്ടല്ലോ, ഓടിയപ്പുറത്ത്. വലിയേട്ടനോടൊന്ന് ചോദിക്കട്ടെ ഇനിയിപ്പോ എന്താ വേണ്ടെന്ന്. പുറത്ത് 4 ആളറിഞ്ഞിട്ട് ചിരിക്കാൻ വകയുള്ളൊരു പോക്കണം കേട് കാളൂർ തറവാട്ടിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടാവാൻ എന്റെ ജീവനുള്ള കാലത്തോളം ഞാൻ അനുവദിക്കില്ല. ചവിട്ടി പുറത്താക്കേണ്ട സമയം കഴിഞ്ഞ മുദേവിയെ. എന്താടോ മിടിച്ചു നിൽക്കണേ? താൻ ഒരുത്തനായിട്ടുണ്ടാക്കി വെച്ചതാ ഇതെല്ലാം. എന്താ വേണ്ടെച്ച പറയാ. അതിനെ വിളിച്ച് പുറത്തിറക്കി പടിയടക്കണോ? അങ്ങനെ ചെയ്യാം. പക്ഷേ കൂടെ ഉണ്ണിയും കൂടി പോവില്ലാന്ന് എന്താ ഉറപ്പ്? കാല് ഞാൻ തല്ലി ഓടിക്കും. എന്റെ സ്വഭാവം എന്ന് ശരിക്കും അറിയാം. ഉണ്ണി ചെറിയ കുട്ടിയൊന്നും അല്ല. എന്നുവെച്ച് എന്ത് ധിക്കാരമാകാന്നോ? ആ കുട്ടിയെ കെട്ടാൻ അവന് ഇഷ്ടമല്ല അച്ഛാ, വേണ്ട, നിർബന്ധിക്കണില്ലല്ലോ. പകരം ബാല്യക്കാരുടെ കൂടെ പൊറുക്കാനാണ് ഭാവം എങ്കിൽ നടക്കില്ല. നാടുവോ, നടത്തില്ല. എനിക്ക് പേടി വല്ല കൈവിഷം കൊടുത്ത് മയക്കിയോ ചെക്കനെന്ന്. ഇവറ്റയൊക്കെ ചെയ്യും. പിടികിട്ടിയാ പുളിങ്ങമ്മല്ലേ? ആ വള്ളിക്കാട്ടെ പണി. എന്താമ്മേ, എല്ലാറ്റ മുഖത്ത് എന്തോ ഒരു പ്രശ്നമുള്ളതുപോലെ. ഒന്നുമില്ല മോളെ. നീ ഇങ്ങനെ കണ്ണീര് ഒലിപ്പിച്ചിരുന്നിട്ടെന്താ? നേരത്തെ ആലോചിക്കണ്ടായിരുന്നോ? നടക്കാത്ത മോഹങ്ങൾ മനസ്സിൽ കുരുത്തു തുടങ്ങുമ്പോഴേ നുള്ളിക്കളയണം. വലിയ വീടുകളിലൊക്കെ പണിക്ക് നിൽക്കുമ്പോ അവിടുത്തെ ആൺകുട്ടികൾ ചിലപ്പോ ഇഷ്ടാണ്, കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞെന്ന് വരും. അത് കണ്ണു അടച്ചങ്ങ് വിശ്വസിക്കാന്ന് വെച്ചാ ഉണ്ണിയുടെ മനസ്സിൽ ദുഷ്ടവിചാരം ഒന്നും ഇല്ലായിരുന്നുണ്ട്. വേറെ കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ. എല്ലാം അങ്ങോട്ട് മറന്നിട്ട് എവിടെ ആയാലും മാനം മര്യാദയ്ക്ക് കഴിയാൻ നോക്ക്. കണക്കൊന്നും നോക്കിയിട്ടില്ല. ഇനി നോക്കിയാലും കൂടുതലേ കാണും. ഇത്തിരി പഴയതാണെങ്കിലും നിനക്ക് കുറച്ചാലും കൊടുക്കാം. ഇതിന്റെ ഒരു ചൂടും പോകെ അടങ്ങിട്ടേ നീ ഇടയ്ക്ക് ഇതിലേ വാ.
ആ വല്യേട്ടനോട് പറഞ്ഞേ എന്തെങ്കിലും മേടിച്ചു തരാം. ഭദ്രേ, ഭദ്ര പോവാന്ന് പറയുന്നു. എന്തേ പെട്ടെന്ന്? എന്താ ഇവിടെ നടക്കുന്നത്? ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നില്ല. എന്താ ഭദ്രേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്കൊന്നും മനസ്സിലാവണില്ല. എന്നും മുടക്കം വരാണ്ട് നിങ്ങൾക്ക് തിരി തെളിയിക്കണം ഞാൻ. ഇന്ന് എല്ലാവരുടെ മുമ്പിൽ ഒരു ദുശകുന. ആർക്കും വേണ്ട എന്നെ. ഞാൻ മരിച്ചാലേ ഈ വീട്ടിലൊരു സമാധാനം കിട്ടുള്ളൂ. എനിക്ക് വേണ്ട, എനിക്ക് മതിയായി ഈ ജീവിതം. എന്നെ കൊത്തിയെടുത്തോളൂ നാഗത്തന്മാരെ, കൊത്തിയെടുത്തോളൂ. എന്തായി പറയണേ? അതെ, കാവിന്റെ അകത്ത് ബോധമില്ലാണ്ട് കിടക്കണതാ കണ്ടത്. കയ്യിലൊരു കൊത്തുണ്ട്. ഭദ്രേ, ഭദ്രേ, വല്യമ്മാമ എവിടെ? വല്യേട്ടൻ പൂജാമുറിയില്ല. ഇനിയിപ്പോ പൂജ കഴിഞ്ഞിട്ടല്ലേ വന്ന് നോക്കൂ. ഇവൾ ഈ നില കിടക്കുമ്പോഴാണോ പൂജ? സമയം തെറ്റിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാലോ? ഞാൻ വിളിക്കാം വല്യമ്മാമേ. വല്യമ്മാമ, 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 ദേവി ഇത് കഥ ഓർക്കൂ. ഇല്ലെങ്കിൽ ഭദ്ര അവള് മരിച്ചു പോകും. വല്യമ്മാമ, കഥ തുറക്കാൻ. വല്യമ്മാമ, ഉണ്ണി, വല്യമ്മാമ. എന്താ ഇത്? നീ ഇങ്ങനെ ബഹളം കൂട്ടേണ്ട കാര്യമില്ല. ഏട്ടൻ പൂജ കഴിഞ്ഞ് വരട്ടെ. ഇത് പൂജയൊന്നുമല്ല അമ്മേ, അവളുടെ ജീവൻ കുരുതി കൊടുക്കുക. നിങ്ങളുടെയൊക്കെ മനസ്സിൽ ആഗ്രഹം നടക്കില്ല എന്നറിഞ്ഞപ്പോ അവളെ കൊന്നെങ്കിലും തൃപ്തി അടയാ. അതല്ലേ മനസ്സില്? ഭദ്രയ്ക്കൊന്നും പറ്റില്ല ഉണ്ണേട്ടാ. അതെ, ഞാൻ കണ്ടല്ലോ. വിഷം കയറി നീലിച്ചു കിടക്കണ എന്റെ ഹൃദയം തുറന്നെടുത്തിട്ട് ആശ്വസിപ്പിക്കാൻ വന്നിരിക്കുക. നീയാണ് ഇതിനെല്ലാം കാരണം. നിന്നെ കണ്ടിട്ട് ഇവരുടെ മനസ്സിലുണ്ടായ ഒരു വിഡ്ഢിത്തം, അതിന്റെ ഫലം ഇപ്പൊ അവൾ അനുഭവിക്കുന്നത്. ഉണ്ണേട്ടാ, ഞാൻ വാ വാ എന്റെ കൂടെ. ഉണ്ണി, നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ? എല്ലാരും കൂടെ അങ്ങനെ ആക്കിയില്ലേ? വാ എന്റെ കൂടെ. ഈ മുറിയില് ദാ ഇപ്പോഴും അപ്പുവിന്റെ ശ്വാസം തങ്ങി നിൽക്കുന്നുണ്ട്. എന്റെ മനസ്സിൽ അപ്പു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അപ്പൊ എനിക്ക് എങ്ങനെ നന്ദ നിന്നെ എന്റെ ഭാര്യയാക്കാനാവും? എന്റെ 12 മിനിറ്റിന് മൂത്ത ഏട്ടത്തെ അമ്മ എന്ന് വിളിക്കണമെന്നാ പാവ എന്നെ പറഞ്ഞേൽപ്പിച്ചിരുന്നത്. അപ്പുവിന്റെ സ്ഥാനത്ത് എന്നെ കാണാൻ നന്ദയ്ക്ക് എങ്ങനെ കഴിയും? നന്ദ സ്നേഹിച്ചത് അവന്റെ രൂപത്തിനെയായിരുന്നു. അതിനുള്ളിലുള്ള അവനെയല്ലേ. ആ അവനിൽ നിന്ന് എന്നിലേക്കുള്ള ദൂരം നന്ദയ്ക്ക് മറക്കാൻ എളുപ്പമാണോ? മതി, മതി. ഇനി എന്നോടൊന്നും പറയരുത്. അപ്പോ അവളെ വേദനിപ്പിച്ചെങ്കിൽ എന്നോട് ക്ഷമിക്കണം. വല്യമ്മാമ, വല്യമ്മാമ കഥ തുറക്കൂ പ്ലീസ്. പ്ലീസ് വല്യമ്മാമ, വല്യമ്മാമ കഥ തുറക്കൂ പ്ലീസ്. വല്യമ്മാമ പ്ലീസ് കഥ തുറക്കൂ. പ്ലീസ് വല്യമ്മാമ. വല്യമ്മാമ, ഭദ്രയെ രക്ഷിക്കണം. അവക്കൊന്നും സംഭവിക്കരുത്. അവളെ രക്ഷിക്കണം വല്യമ്മാമ, പ്ലീസ്. മോളെ, അവക്കൊന്നും സംഭവിക്കരുത് വല്യമ്മാമ.
നസ്യം ചെയ്യണം. എല്ലാം എന്റെ കൈയെത്തുന്ന ദൂരത്ത് വേണം. ഉവ്വ്, എല്ലാം തയ്യാറാ. ഉണ്ണി, എന്റെ കഴിവിന്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയെല്ലാം ദൈവത്തിന്റെ കയ്യിലാ. നേരം മുളക്കുന്നവരെ നമുക്ക് കാക്കാം. ഇല്ല മോളെ, കണ്ണ് ചിമ്മാതെ ഞാൻ കാവലുണ്ടാവും. നിന്നെ കൊണ്ടുപോകാൻ ഞാൻ അനുവദിക്കില്ല. ഇതാ എന്റെ ജീവൻ ഞാനിവിടെ ചേർത്ത് വയ്ക്കുന്നു. മരണം വരികയാണെങ്കിൽ നമ്മൾ ഒരുമിച്ചേ പോകൂ. നരൻ, എനിക്കിത് കാണാൻ വയ്യ നരൻ. താഴത്തളത്തില് ഒന്നിന്റെ കൂടെ ചേർന്ന് പോകാൻ മറ്റൊരു ജീവൻ കൂടി തയ്യാറെടുക്കുകയാണ്. ദൈവങ്ങളുടെ ലോകത്തിലാണ് നരൻ ഇപ്പോൾ ഉള്ളതെങ്കിൽ അവരോട് പറയൂ അരുതെന്ന്. ഭദ്രയ്ക്ക് പകരം മറ്റൊരു ജീവൻ മതിയെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ട്. ഒരു നിമിഷം നരനെ മറന്ന് ജീവിതത്തെ സ്നേഹിച്ചു പോയി കുറ്റവുമായി ഞാൻ ഇവിടെ ഉണ്ട്. എന്ത് ശിക്ഷ ഏൽക്കാം, എന്ത് പ്രായശ്ചിത്തം ചെയ്യാം. പകരം ഞാൻ ഒന്നേ ആവശ്യപ്പെടുന്നുള്ളൂ, ഭദ്രയുടെ ജീവൻ. അമ്മേ, അമ്മേ, ഭദ്ര കണ്ണു തുറന്നു. മരണത്തിന് പോലെ എന്നെ വേണ്ടാതായി. അതെന്റെ തെറ്റല്ല ഉണ്ണേട്ട. അരുത്, അങ്ങനെയൊന്നും പറയരുത്. എന്നെ ദേവി, നീ രക്ഷിച്ചു. മോളെ, നന്ദ എവിടെ? ലക്ഷ്മിക്കുട്ടി,
നന്ദമോളെ ഒന്ന് വിളിക്കേ. നന്ദമോളെ, മോളെ. ഞങ്ങള് കാണിച്ച തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ വേണ്ടിയിരുന്നില്ല മോളെ. ജാനുവടി, നന്ദമോളെ എവിടെയെങ്കിലും കാണുന്നില്ല. ജാനുവേ, ഒന്ന് പോയി നോക്കേ. നന്ദമോളെ, മോളെ, നന്ദമോളെ, ഇത് ഞാനാ. കഥ തുറക്ക. എന്താ ലക്ഷ്മിക്കുട്ടി? നന്ദമോളെ അപ്പുവിന്റെ മുറിയിലുണ്ടെന്ന് തോന്നുന്നു. കഥ തുറക്കുന്നില്ല. മോളെ, മോളെ, അമ്മയെ വിളിക്കണേ. ഭദ്ര, കണ്ണു തുറന്നു. കഥവ് തുറക്കേ. ജാനുവടി, ഉണ്ണിയേ, നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. എന്താ നന്ദമോള് കഥവ് തുറക്കണില്ല. മോളെ? നന്ദേ, നന്ദമോളെ, മോളെ. ഉണ്ണി, നീ എന്താടാ ഇങ്ങനെ തുറച്ചു നോക്കുന്ന കിഴങ്ങ? ഞാൻ അപ്പോടാ. നീ നന്ദയെ തിരക്കണ്ട, ഞാൻ അവളെ കൊണ്ടുപോവാ. ഏത് ലോകത്തായാലും അവളില്ലാതെ എനിക്ക് വയ്യടാ. ദാ അവള് വരുന്നു. എന്റെ പൊന്നു മോളെ,